നിങ്ങൾ ചിമ്മിനി എടുക്കാൻ പോവുകയാണെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തത്, ചിമ്മിനി എടുക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ സൈസ്, അതുപോലെ എത്ര ബർണറുള്ള ഹോബാണ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 4 ബർണർ അല്ലെ 3 ബർണറുള്ള ഹോബാണെങ്കിൽ നമുക്കൊരു 3 ഫീറ്റിൻ്റെ ആയാലും ചിമ്മിനി വേണം. 2 ബർണറുള്ള ഹോബാണെങ്കിൽ നമുക്കൊരു 2 ഫീറ്റിൻ്റെ ചിമ്മിനി മതിയാവും. ഇതെല്ലാം തന്നെ നിങ്ങളുടെ കുക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത്, ഏത് ഷേപ്പിലുള്ള ചിമ്മിനിയാണ് വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുക. 3 ഷേപ്പിലുള്ള ചിമ്മിനീസാണ് യൂഷ്വലി കാണപ്പെടുന്നത്. ഒന്നാമത്താണ് ഇൻവേർട്ടഡ് T ഷേപ്പ്, രണ്ടാമത്താണ് കർവ്ഡ് ഷേപ്പ്, മൂന്നാമത്താണ് ഇൻക്ലൈൻഡ് ഷേപ്പ്. ഇൻക്ലൈൻഡ് ഷേപ്പാണ് യൂഷ്വലി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. ഇതിലെല്ലാ ബേർണേഴ്സും നമുക്കൊരു ഹിൻഡ്രൻസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ തല മുട്ടത്തും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ആണെങ്കിലും കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിമ്മിനിയുടെ പൈപ്പ് പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡക്ട്ലെസ് ആയിട്ടുള്ള ചിമ്മിനി വാങ്ങാവുന്നതാണ്. പക്ഷേ ഇതിനുള്ള ഒരു കുഴപ്പം, ഒരു 6-12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഡക്റ്റുള്ള ചിമ്മിനിയാണ് ഡക്ട്ലെസ് ചിമ്മിനിയേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് അനുസരിച്ച് മിനിമം ഒരു 1100 to 1200 സക്ഷൻ പവറുള്ള ചിമ്മിനി ആയിരിക്കണം. ചിമ്മിനി സ്മോക്കും ഓയിലും എല്ലാം സക്ക് ചെയ്ത് പുറത്തോട്ട് കളയുന്നത് കൂടാതെ നമ്മുടെ കിച്ചണിനെ കുറച്ചൊന്ന് കൂൾ ചെയ്യും. ആ ഒരു ചൂടിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നല്ല ബ്രാൻഡിലുള്ള ചിമ്മിനി വാങ്ങാൻ ശ്രമിക്കുക. ഹാഫ്, ബോഷ്, സീമെൻസ്, ഫാബർ, ഇതെല്ലാം തന്നെ നല്ല ബ്രാൻഡിലുള്ളതാണ്. പിന്നെ ഏത് ചിമ്മിനി വാങ്ങിയാലും തന്നെ 2 years അബവ് വാറൻറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്.